അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ. അതിനെ മുമ്പ് നിങ്ങൾ എന്താ ചോദിക്കുന്നത്? അപ്പൊ ആ കുട്ടി കളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, സൗന്ദര്യ മത്സരത്തിന് അല്ല സൗന്ദര്യത്തിന് മോളെ ഒരു കോളമുണ്ട്, അതിനകത്ത് ഇന്നാണ് മേക്കപ്പിന് വിളിച്ചോ, മനസ്സിലായില്ലേ? അത് പൈസ കൂടുതലാണ്. അല്ല സാധാരണക്കാരെ വിളിക്കുമ്പോൾ ഇത്തിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ പഠിക്കുന്നോണ്ട് എന്ത് കുഴപ്പം? കറുത്ത കുട്ടികൾ പരിശീലനത്തിൽ വരുമ്പോൾ അവരെ കാശ് വാങ്ങി പരിശീലനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അവർ പിന്നെ തട്ടേ കയറുന്നതാണ് പ്രശ്നം അല്ലേ? തട്ടേ കയറുമ്പോൾ നമ്മളെ ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും. കാശ് വാങ്ങി അവരെ പരിശീലിപ്പിക്കല്, കാശ് മേടിച്ചിട്ട് കാര്യം പറയും. അങ്ങനെയാണ്. വല്ലാതെ സൗന്ദര്യത്തിന് ഒരു കോളുണ്ടെന്ന് ഈ കുട്ടി എവിടെയായിരുന്നു നേരത്തെ പറയുന്നത്? അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പ് ഇടുമ്പോൾ വരുന്നതിനെ അല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ എങ്ങനെയാ? നെൽസൺ മണ്ടേല സുന്ദരനാണോ അതോ വിരൂപിയാണോ? അത് നമുക്ക് ഞാൻ പിന്നീട് അറിയിക്കാം. റിപ്പോർട്ടറെ അറിയിക്കാം. അതന്നെ ഇയാളെ അറിയിക്കാടോ. ഒരു വിധികർത്താവാണ് നിങ്ങളെന്ത് എനിക്ക് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വല്ലവരുടെയും ചെലവ് എനിക്കുണ്ടോ? നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും സംസാരം, നിങ്ങളെ മര്യാദയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനൊരു സാരി സംസാരിച്ചു, ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു ജാതി മതം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഇതെല്ലാം സംസാരിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് എൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ നിങ്ങൾക്ക് നാട്യശാസ്ത്രത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ് പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ചോദിക്കട്ടെ, കറുപ്പും ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇയാള്? പിന്നെ എന്തോന്ന് വായിക്കാത്ത ആള് പറയുന്നത്? ഞാനേ ബുക്ക് അങ്ങ് തരാൻ പോയി പഠിച്ചിട്ട് വരും. അതിൽ സൗന്ദര്യം എന്ന് പറയുന്നുണ്ട്, പക്ഷെ സൗന്ദര്യത്തിന് അർത്ഥം വെളുപ്പ് എന്നല്ലല്ലോ. അതെ, പട്ടിയുടെ വാലിലും ഭരതനാട്യപ്പോ അറിയോ? ഇതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇപ്പോഴത്തെ നിലയില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി പരഗതിയില്ല. ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന ഇയറിൽ 4 കൊല്ലം കൂടെ ആകെ 22 പിള്ളേരാ. ഇന്ന് 250 പിള്ളേരെ ഒരു വർഷം ഓരോ വർഷം അവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങുന്നത്. ആർക്കുണ്ട് ഇവിടെ ഒരു ജോലി സാധ്യതയുണ്ടോ? ഒരു ജഡ്ജ്മെന്റിന് വിളിക്കുന്ന ജുബയൊക്കെ ഇട്ടിട്ട് 3 പയ്യന്മാരെ കൊണ്ടിരുന്നു. ഇപ്പൊ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന്? ഇപ്പൊ എന്ത് പറ്റി? ആ അവസരം ഞാൻ പറഞ്ഞില്ല, 66 വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാണ്. അല്ലല്ല, ഇതുവരെ നിങ്ങൾ എന്നെ വല്ലവരും കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഇയാളോ ഈ നിൽക്കുന്ന ആരെങ്കിലും എന്നെ അറിയാവോ? എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല? ഒരിക്കലും അല്ല, നിങ്ങളൊക്കെ അന്വേഷിക്കണമായിരുന്നു. ആയിക്കോട്ടെ, അതല്ല, നിങ്ങൾക്ക് എന്നെ അറിയാം. ഒരു അവാർഡ് കിട്ടണമെങ്കിലോ ഒരു എന്തെങ്കിലും ഒരു പാരിതോഷികളോ കിട്ടണം, എല്ലാം പിടിയും വലിയാണെന്നുള്ള നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തം അറിയാം. അങ്ങനെ ആരടി മൂട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മേടിക്കാനോ പോവാത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായ? അതൊന്നല്ല, അങ്ങനൊന്നും ഇയാൾ പറഞ്ഞു പഠിക്കേണ്ട. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അതിപ്പോ എവിടെ ചെന്നാലും, ഞാൻ കലാമണ്ഡലത്തിലെ ജൂറിയിൽ ഇരുന്നിട്ടുണ്ട്, വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്. അവിടെ എവിടെ ചെന്നിരുന്നാലും ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരും. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ഒരു കറുത്തത് വീട് മതി. അത് കഴിഞ്ഞ് CCRTയുടെ മത്സരം ചെന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഒരു ലിസ്റ്റ് ഇങ്ങ് തരും, ഇന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക്. മനസ്സിലായ? അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്തത്ര പ്രശ്നങ്ങൾ? വെറുപ്പുള്ളൂ. വെറുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സേവയും അതുപോലെ പരിചയക്കാര് അല്ലെങ്കിൽ പാർട്ടി ലെവലില് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈഡ് എല്ലാം വെച്ചിട്ടാണ് എല്ലാം കിട്ടുന്നത്. അതെല്ലാം കിട്ടുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഒരു അസ്വസ്ഥതയില്ല.